DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും വീടുകളിൽ സ്വർണമുള്ളവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പൗരന്മാരോട് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ കൈവശം സൂക്ഷിക്കാവുന്ന സ്വർണത്തിൻ്റെ അളവിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ രാജ്യത്ത് സജീവമായിരിക്കുകയാണ്. ഭാരതീയ സംസ്കാരത്തിൽ സമ്പാദ്യത്തിൻ്റെ വലിയൊരു പങ്ക് സ്വർണ്ണ രൂപത്തിലാണ് സൂക്ഷിക്കുന്നതെന്നതിനാൽ ഈ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരാൾക്ക് നിയമപരമായി എത്ര സ്വർണം വേണമെങ്കിലും കൈവശം വെക്കാവുന്നതാണ്. അതിന് പ്രത്യേക പരിധികളൊന്നുമില്ല. കൃത്യമായ ബില്ലുകളും പണം വാങ്ങിയതിൻ്റെ വരുമാന സ്രോതസ്സും വ്യക്തമാക്കുന്ന രേഖകളും ഉണ്ടെങ്കിൽ നിയമപരമായി ഒരു തടസ്സവുമില്ലാതെ എത്ര വലിയ അളവിലും സ്വർണം വീട്ടിൽ സൂക്ഷിക്കാം. എന്നാൽ കൃത്യമായ രേഖകളില്ലാതെ സ്വർണം സൂക്ഷിച്ചാൽ അത് വലിയ നിയമക്കുരുക്കുകൾക്ക് കാരണമാകും. ആദായനികുതി വകുപ്പ് നടത്തുന്ന റെയ്ഡുകൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പിടിച്ചെടുക്കാൻ പാടില്ലാത്ത സ്വർണത്തിൻ്റെ കൃത്യമായ അളവ് സംബന്ധിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പരിധിക്കുള്ളിൽ നിൽക്കുന്ന സ്വർണത്തിന് വരുമാന സ്രോതസ്സ് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതില്ല. CBDT മാർഗനിർദ്ദേശപ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീക്ക് രേഖകളില്ലാതെ 500 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കൈവശം വയ്ക്കാം. അതായത് ഏകദേശം 62.5 പവൻ. അവിവാഹിതരായ സ്ത്രീകൾക്ക് 250 ഗ്രാം വരെയും വിവാഹിതരോ അവിവാഹിതരോ ആയ പുരുഷന്മാർക്ക് 100 ഗ്രാം വരെയുമാണ് ഇത്തരത്തിൽ സൂക്ഷിക്കാനാകുന്ന പരിധി. കുടുംബത്തിൻ്റെ സാമൂഹിക പദവിയോ വരുമാന നിലവാരമോ പരിഗണിക്കാതെ തന്നെ ഈ പരിധിയിലുള്ള ആഭരണങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. നിർദ്ദിഷ്ട പരിധിയിൽ കൂടുതൽ സ്വർണം കൈവശമുള്ളവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവുകൾ ലഭിക്കാറുണ്ട്. മുൻപ് വെൽത്ത് ടാക്സ് റിട്ടേണുകളിൽ സ്വർണത്തിൻ്റെ വിവരം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. കൂടാതെ പാരമ്പര്യമായി തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണെങ്കിൽ കുടുംബത്തിലെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും കണക്കിലെടുത്ത് ഉയർന്ന അളവിലുള്ള സ്വർണം അനുവദിക്കാൻ പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ഇളവുകളും ആനുകൂല്യങ്ങളും സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നത് പ്രത്യേകം ഓർക്കണം. കൈവശമുള്ള സ്വർണ്ണ നാണയങ്ങൾക്കോ ഗോൾഡ് ബാറുകൾക്കോ ഈ നിയമ പരിരക്ഷ ലഭിക്കില്ല. അവയ്ക്ക് കൃത്യമായ വരുമാന സ്രോതസ്സും ബില്ലുകളും ഹാജരാക്കേണ്ടത് നിർബന്ധമാണ്. പരിശോധന വേളയിൽ കൈവശമുള്ള അധിക സ്വർണത്തിൻ്റെ വരുമാന സ്രോതസ്സ് വ്യക്തമാക്കാൻ പരാജയപ്പെട്ടാൽ കനത്ത നികുതിയും പിഴയുമാണ് വ്യക്തികൾ ഒടുക്കേണ്ടി വരിക. ക്ലിയർ ടാക്സ് റിപ്പോർട്ടുകൾ പ്രകാരം സ്രോതസ്സ് വെളിപ്പെടുത്താത്ത സ്വർണത്തിന് 60% നികുതിയും 25% സർചാർജും 4% സെസ്സും ഉൾപ്പെടെ ഏകദേശം 78% വരെ നികുതി ഇനത്തിൽ മാത്രം നഷ്ടമാകും. ഇതിനു പുറമെ ആകെ നികുതി തുകയുടെ 10% അധിക പിഴയായും ഈടാക്കാൻ നിയമമുണ്ട്. ഇത്തരം നിയമപരമായ ചർച്ചകൾക്കിടയിലും സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം പ്രകടമാകുന്നുണ്ട്. വിപണിയിൽ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. പവന് 125 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,06,520 രൂപയായി മാറി. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 13,440 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ആഗോള വിപണിയിലെ ചലനങ്ങളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് നിലവിൽ ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. നിയമപരമായ സുരക്ഷിതത്വത്തിനായി പണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ എപ്പോഴും കൃത്യമായ ഹോൾമാർക്ക് ബില്ലുകൾ വാങ്ങി സൂക്ഷിക്കാൻ ഉപയോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വർണം വാങ്ങുമ്പോഴും കൈവശം വെക്കുമ്പോഴും കൃത്യമായ നിയമധാരണ ഉണ്ടായിരിക്കേണ്ടത് ഓരോ പൗരന്റെയും സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. വരുമാന സ്രോതസ്സും കൃത്യമായ ബില്ലുകളും ഉണ്ടെങ്കിൽ എത്ര സ്വർണം വേണമെങ്കിലും സൂക്ഷിക്കാമെങ്കിലും രേഖകളില്ലാത്ത സ്വർണത്തിന് CBDT നിഷ്കർഷിച്ചിട്ടുള്ള പരിധികൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അല്ലാത്തപക്ഷം ഭാവിയിൽ ആദായനികുതി പരിശോധനകൾ നേരിടേണ്ടി വന്നാൽ വലിയ തുക നികുതിയായും പിഴയായും നൽകേണ്ടി വരും. പ്രത്യേകിച്ച് സ്വർണ്ണ നാണയങ്ങൾ, ബിസ്ക്കറ്റുകൾ എന്നിവ കൈവശം വെക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിലെ വിപണിയിലെ വിലക്കുറവ് ഉപഭോക്താക്കൾക്ക് അനുകൂലമാണെങ്കിലും സ്വർണം വാങ്ങുമ്പോൾ ഭാവിയിലെ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ HUID യുള്ള കൃത്യമായ ബില്ലുകൾ വാങ്ങി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.